ഞാൻ ഈ സിലു ടോക്സ് സൽഹയുടെ വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ പേഴ്സ്പെക്റ്റീവ് പറഞ്ഞതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കുടുംബ പ്രശ്നങ്ങൾ, വ്ളോഗേഴ്സ്, അത് ഏത് നീഷിലുണ്ടോ, ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും ടെക് ആണെങ്കിലും റിയാക്ഷൻ ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഏത് നീഷിലിരുന്ന് ക്രിയേറ്റീവ് സ്പേസിലിരുന്നു കൊണ്ട് ആളുകളോട് ഇൻട്രാക്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് റവന്യൂ മേടിച്ച് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ, ഇൻഫ്ലുവൻസർ, കോണ്ടൻറ് ക്രിയേറ്റർ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ പ്രൊഫഷൻ കൊണ്ടുപോകുന്ന ആളുകൾ കുടുംബ പ്രശ്നം വന്ന് ഇരുന്ന്, എസ്പെഷ്യലി കപ്പിൾ വ്ളോഗേഴ്സൊക്കെ വന്നിരുന്ന്, ഫാമിലി വ്ളോഗേഴ്സ് വന്നിരുന്ന് കുടുംബ പ്രശ്നം പറയുമ്പോൾ അതിനകത്തുള്ള ഇൻട്രാക്ഷൻ വളരെ ഹൈ ആയിരിക്കും. അതിൽ ആളുകൾ വെക്കുന്ന പേഴ്സ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആയിരിക്കും. അതിന് കമൻറ്റ് ബോക്സിൽ ഉപദേശങ്ങൾ വരും, ചീത്തവിളി വരും, ആൻഡ് ചേരി തിരിഞ്ഞ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ പറയും. അതായത് ഒരു ഫാമിലി വ്ളോഗർ വരുന്നു, ആ ഫാമിലിയിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അടി പ്രശ്നങ്ങൾ വന്ന് പ്രസൻറ്റ് ചെയ്യുന്നു. ഈ പ്രസൻറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ കൂടെ നിൽക്കാനും ആൾ കാണും. ആരെക്കുറിച്ചാണോ ഈ വ്യക്തി പറയുന്നത് അയാളുടെ ഭാഗവും അല്ലെങ്കിൽ അവളുടെ ഭാഗത്ത് നിൽക്കാനും ആളുകൾ കാണും. ലാസ്റ്റ് ഇത് സോഷ്യൽ മീഡിയയിൽ വലിയൊരു തല്ലായിട്ട് മാറും. അത് റവന്യൂ ആയിട്ടും ഫോർച്യൂണറായിട്ടും ഒക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ എടുക്കാം. 1-2 ചാനലുകളൊക്കെ തുടങ്ങി പോവാം. പക്ഷെ മേക്ക് ഷുവർ നിങ്ങളൊരു പ്രോപ്പർ റീസൺ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ ഹീലിംഗ് കിട്ടാനാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യൂവേഴ്സിനോട് പറയുന്നതെന്നുണ്ടെങ്കിൽ യു പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾ എന്ത് പറയും പറയില്ല, ആൻഡ് നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ വന്നിട്ട് നിങ്ങളെ വീണ്ടും ഇട്ട് കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കില്ല എന്നുള്ളത്. അത് ഞാൻ പറയാൻ തന്നെ ഉണ്ടായിരുന്ന കാരണം, ഇവിടെ സൽഹയുടെ ഹസ്ബൻഡ് ഗഫൂറിൻ്റെ വേർഷനായിട്ട് വരില്ല എന്നുള്ളത് സൽഹ ഉറപ്പ് വരുത്തിയിട്ട്, അല്ലെങ്കിൽ പുറത്ത് നടന്നവരെ പ്രശ്നങ്ങൾ അവിടെ തീർത്തിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ വന്നിട്ടുണ്ട്, ഗഫൂർ, സൽഹയുടെ ഹസ്ബൻഡ്. ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ ഭയങ്കര വ്യൂവർഷിപ്പ് കാത്തിരിക്കുന്നത് പോട്ടെ, ബട്ട് അതൊക്കെ എടുക്കാൻ പറ്റണം. ബിക്കോസ് യു ഹാവ് സ്റ്റാർട്ടഡ് ദിസ് ഇൻ സോഷ്യൽ മീഡിയ, സോ യു ഹാവ് ടു സർവൈവ് ഓൺ ദിസ്. അത്രേ പറയാനുള്ളൂ സൽഹേനോട്. സൽഹ പേഴ്സണലി എനിക്ക് വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത്. എനിക്ക് ഒരിക്കലും വീഡിയോയിൽ പറയാൻ പറ്റില്ല, അവർ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു നോട്ടിൽ എനിക്ക് ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തതോ അല്ലെങ്കിൽ അവർ പറയാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അൺഫോർച്ചുനേറ്റ്ലി അതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഐ അണ്ടർസ്റ്റുഡ് വാട്ട് ഹാപ്പൻഡ് ഇൻ ദെയർ ലൈഫ് എന്നുള്ളത് അതെനിക്കത് വായിച്ച സമയത്ത് തന്നെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പം എന്താണെങ്കിലും ഇവിടെ നമ്മൾ സിലു ടോക്സിലെ സൽഹയുടെ പേഴ്സ്പെക്റ്റീവ് മാത്രമേ കണ്ടിട്ടും കേട്ടിട്ടുള്ളൂ. അവർ പറയുന്ന ആ ഒരു കാര്യം മാത്രമാണ് അവരുടെ ലൈഫിൽ എന്ത് നടന്നു എന്നുള്ളത് തൊട്ടും തൊടാതെയും ഡയറക്റ്റായിട്ടും പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. എന്താണെങ്കിലും ഗഫൂർ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഇതുവരെ വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്ത, സോഷ്യൽ മീഡിയയോട് അധികം താല്പര്യമില്ലാത്ത, സംസാരിക്കാൻ അധികം താല്പര്യമില്ലാത്ത ഗഫൂർ ഇപ്പം എന്തിനു വന്നു എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. ലെറ്റ്സ് വാച്ച്. അപ്പോൾ ഇതാണ് ഗഫൂറിൻ്റെ ചാനലിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ വെക്കുന്നുണ്ട്. ആൾ എന്തോ ഒരു ഹാങ്ങിങ് മറ്റേ സാധനം ഉണ്ടല്ലേ, ഊഞ്ഞാൽ, അത് വിൽക്കാൻ വേണ്ടി വന്നതാണ് എന്നാണ് കണ്ടത്. സിലു ട്രേഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങേരെന്തോ ട്രെയിനിങ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായത്, ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുന്ന് വിൽക്കുന്നത്. ഇത് ഓൾറെഡി അവരുടെ മറ്റേ ചാനലിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഇവരിരുന്ന സമയത്ത് തന്നെ ലഞ്ച് ബോക്സും ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. സോ അത് ഇയാൾ ആ ഒരു ചാനൽ ഇപ്പം ഇനി അയക്കില്ല, ഓക്കെ, ഫാമിലി ഇല്ല. സോ ഇയാളായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ട് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണോ എന്ന് ലെറ്റ്സ് വാച്ച്. ഹായ്, അസ്സാം വലൈക്കും. എൻ്റെ പുതിയ ചാനലായ ജി ടോക്സ് ഗഫൂർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു അടിപൊളി ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓഫർ പറഞ്ഞാൽ ഈ ഓഫർ ഇനി ഒരിക്കലും കിട്ടില്ല, എവിടെയും കിട്ടില്ല, അങ്ങനത്തെ ഒരു ഓഫറാണ്. അപ്പോൾ അതിൻ്റെ കാരണവും അതിൻ്റെ വിശദാംശങ്ങൾക്കും നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇത് ആള് ഓഫറൊക്കെ ഇട്ട് കുറച്ച് പ്രൊഡക്ട്സ് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങി വിൽക്കാനുള്ള പരിപാടിയാണ്. ഓബിയസ്ലി നമുക്കറിയാം, സിലു ടോക്സിൻ്റെ ഇൻ്റർവ്യൂസിലാണെങ്കിലും വീഡിയോയിലാണെങ്കിലും ഒക്കെ അവർ നിരന്തരം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇവരുടെ ഫാമിലിയിൽ ലൈഫ് സ്റ്റേബിളാക്കി വിട്ടത് അവരുടെ എഫേർട്ട് കൊണ്ടാണ്. അവർ ഇട്ട് കൊടുത്ത കുറേ ബിസിനസ്സുകളാണ് ഗഫൂർ എന്ന് പറഞ്ഞ വ്യക്തി നോക്കി നടത്തിയിരുന്നത്. ലൈഫിൽ ഒരുപാട് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഇവർക്ക് വന്നതൊക്കെ സെറ്റിലാക്കിയത് സൽഹ പ്ലാൻ ചെയ്തതും അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ റവന്യൂ ഇൻകം വെച്ചിട്ടാണെന്നുള്ളതൊക്കെ അവർ ഒരുപാട് വട്ടം ഹസ്ബൻഡിനെ, എസ്പെഷ്യലി ഹസ്ബൻഡിനെ അവർ ഭയങ്കരമായിട്ട് സെറ്റിലാക്കിയത് അവരുടെ ഇൻകം അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവരുടെ ഐഡിയാസ്, അവരുടെ ക്രിയേറ്റിവിറ്റിയിൽ അവർ തുടങ്ങിയ കുറേ ബിസിനസ് പരിപാടികളൊക്കെ ആയിട്ടാണ് ഹസ്ബൻഡിനെ സെറ്റിലാക്കിയെന്നൊക്കെ അവർ കുറേ വട്ടം പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ അവർ പോയി, ഫാമിലിയെ ഇല്ലാതായി. ഈ ഒരു സാഹചര്യത്തിൽ ഇനി അവർ കാണിച്ചു കൊടുത്ത വഴിയിലേക്ക് ഗഫൂർ, അതോ ഇനി ഗഫൂറിൻ്റെ പിന്നിൽ വേറെ ഇൻറ്റൻഷൻ ഉണ്ടോ എന്ന് അറിയില്ല. കാരണം ഗഫൂർ ഒരു ചാനൽ തുടങ്ങുന്നു, എല്ലാവർക്കും
ഓബിയസ്ലി ഗഫൂറിൻ്റെ ഒരു ഭാഗം കേൾക്കാൻ എല്ലാവർക്കും താല്പര്യം കാണും, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ഗഫൂറിൻ്റെ വേർഷൻ കേൾക്കാൻ താല്പര്യം കാണും. സോ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ കുറച്ച് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ടുപോയിട്ട് സെയിലും കാര്യങ്ങളും ബിസിനസ്സും പരിപാടികളൊക്കെ ഇട്ടുപോയിട്ട് അതിനുശേഷം മെല്ലെ മെല്ലെ പറയും എന്നുള്ള സെറ്റപ്പിലാണോ എന്നുള്ളതും നമുക്ക് കണ്ടറിയണം. ആൻഡ് ഈ പറഞ്ഞ പോലെ എന്താണോ സൽഹ കാണിച്ചു കൊടുത്തത്, അതായത് ആ ഒരു പാറ്റേൺ അതുപോലെ ഗഫൂർ അഡാപ്റ്റ് ചെയ്തിട്ട്, ഇല്ല ഞാൻ ഫാമിലിയെക്കുറിച്ചൊന്നും പറയുന്നില്ല, അങ്ങനത്തെ വിഷയങ്ങളൊന്നും തൊടുന്നില്ല, ഞാൻ എൻ്റെ ഉപജീവനമാർഗ്ഗം മുന്നോട്ട് എന്താണോ ഞാൻ വൈഫിൽ നിന്ന് പഠിച്ചത് അത് ഞാൻ മുന്നോട്ട് ക്യാരി ഓവർ ചെയ്യുന്നു, ഇങ്ങനെ ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, എന്താണെങ്കിലും ബിസിനസ് എന്ന് പറഞ്ഞിട്ടാണ് പരിപാടികൾ തുടങ്ങുന്നത്. വ്യൂവേഴ്സിനെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ സബ്സ്ക്രൈബേഴ്സിനെയും ഒക്കെ ബേസ് ചെയ്ത് ഇതിൽ നിന്നുള്ളൊരു ഇൻകം തന്നെയാണ് മൂപ്പർ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിലൂടെ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. അപ്പോൾ പ്രേക്ഷകർ തന്നെയാണ് എൻഡ് ഓഫ് ദ ഡേ വേണ്ടത്. ഇനി സിലൂനെ പോലെ വന്നിരുന്നിട്ട് പ്രേക്ഷകരെയും ഞാൻ എന്തും പറയും, നിങ്ങൾ ആരും എന്നൊന്നും പറയരുത് എന്ന് പറയരുത്, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക പക്ഷെ നിങ്ങൾ അഭിപ്രായം പറയരുത്, ഈ രീതിക്ക് പോകാതിരുന്നാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഊഞ്ഞാല് വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക, അറിയിക്കുക. കാരണം 40 പീസുള്ളൂ, ഈ വിലക്ക് ഇനി ഒരിക്കലും കിട്ടില്ല. ഒന്നാമത് ഈ വീഡിയോ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പെട്ടെന്ന് കാലിയാക്കുന്നത്. 2-3 ആൾക്കാർ വന്ന് നോക്കി പിന്നെ നോക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ സാധനം കൊടുക്കുന്നത്. കാരണം മുകളിലൊക്കെ ഫുള്ളായിട്ട് ഫില്ലായിരിക്കുന്നത്. അപ്പോൾ നോക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് എത്രയും പെട്ടെന്ന് കൊടുക്കുന്നത്. അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രവാസിയാണ്, ഗൾഫിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുറച്ച് മാസങ്ങളുണ്ടാവും. അപ്പോൾ അതുവരെ ഒരു കടകാലിയാക്കുന്ന വീഡിയോനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇടാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. വലിയ നല്ല ഓഫർ ഉണ്ടാവും. അതുപോലെ ഈ സാധനങ്ങൾ നമ്മൾ പാർസൽ അയക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അതും പാർസൽ അയക്കാൻ പറ്റുകയാണെങ്കിൽ അയക്കാം. അപ്പോൾ അതുപോലെ തന്നെ ചാരിറ്റി വീഡിയോ ഉള്ള കാലത്ത് ചാരിറ്റി വീഡിയോ ഉണ്ട്. ചാരിറ്റി വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ എനിക്ക് നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഞാനൊന്നുമല്ല, വേറെ ആൾക്കാരാണ് ഓപ്പറേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ചാനൽ ചോദിക്കാനുള്ള അവകാശം ഇല്ലാതായിപ്പോയി. അപ്പോൾ ആ ചാനലിൽ ഞാൻ നേരത്തെ വീഡിയോ കുറേ ഇട്ടുണ്ടായിരുന്നു, ഞാൻ തനിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ഓപ്പറേറ്റിംഗ് കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ചാനൽ 0-ൽ നിന്നാണ് തുടങ്ങുന്നത്, വട്ടപൂജ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഈ ചാനൽ മുന്നോട്ട് പോയി ഇതിൽ കുറേ കാര്യങ്ങളെക്കുറിച്ച് ചെയ്യാമെന്നുണ്ട്. കുറേ ചാരിറ്റിയൊക്കെ പോകണ ഉള്ളവരെ കുറേ ചാരിറ്റിയും അതുപോലെ തന്നെ നല്ല ഓഫർ, നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഓഫർ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കടക്കാർ കാലിയാക്കുന്നുണ്ടെങ്കിൽ അവർ പറയും, അവർക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ പറഞ്ഞാൽ ഫ്രീ ആയിട്ട്, പ്രൊമോഷൻ ക്യാഷിലാണ്ട് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കാനുള്ള സംവിധാനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഇട്ട് തരാമെന്ന് 2 ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കൊടുക്കാനുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ടുകളേ നടക്കുകയുള്ളൂ. അപ്പോൾ സപ്പോർട്ടെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താലേ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് നിങ്ങളിപ്പം മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അവസ്ഥ. എല്ലാവർക്കും അറിയാം. കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എവിടെ കൊണ്ട് ചോദിക്കുന്ന നടക്കുന്ന കാലഘട്ടമാണ്. എന്തായാലും വേറെ ഒന്നും എനിക്കിപ്പോൾ പറയാനില്ല. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അസ്സലാമു അലൈക്കും. ഇതൊരാളുടെ അവസ്ഥയാണ്. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ, അതിപ്പോൾ ഭാര്യ ഭർത്താവാണെങ്കിലും അതിപ്പോൾ കാമുകയാണെങ്കിലും ഒക്കെ, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ രണ്ടുപേരും സഫർ ചെയ്യും. ഓക്കെ, ആണും പെണ്ണും സഫർ ചെയ്യും. അതിപ്പോൾ ഇനി ഭാര്യ ഭർത്താക്കന്മാരാണ്, കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുക കുട്ടികളായിരിക്കും. ഭാര്യയാവില്ല, ഭർത്താവ് പോവില്ല. അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ സഫറിങ് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ട്രോമ ഫേസ് കഴിഞ്ഞിട്ടേ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഫേസ് വരുന്നുള്ളൂ. ഇതിലിപ്പോൾ ഗഫൂറിക്കാനെ കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ടാവും. എനിക്ക് ഈ മനുഷ്യൻ്റെ ഇരുത്തവും വർത്താനം കാണുമ്പോൾ നിങ്ങളാരും അറിയാത്ത, എന്നാൽ സിലു എന്നോട് ടൈപ്പ് ചെയ്ത് കൺവേ ചെയ്ത ഒരു പേഴ്സ്പെക്റ്റീവ്, ഇറ്റ്സ് ദെയർ, അതവിടെ ഉണ്ട്. ഓക്കെ, അതിൽ വില്ലൻ ഇയാളാണ്. അതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല, അതിൽ വില്ലൻ ഇയാളാണ്. അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്താണെന്നുള്ളത് വായിച്ച് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അത് എന്നെ അറിയിക്കാൻ വേണ്ടി തന്നെ ആവും, അത് അങ്ങനെ തന്നെ അവർ ഇട്ട് തന്നത് എനിക്ക്. അതിൽ വില്ലൻ ഇയാളാണ്. ബട്ട് ഇയാളെ ഈ ഇരുത്തും ഇയാൾ ഈ സംസാരം കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഐ ക്യാൻ ടെൽ യു വൺ തിങ്, ഇതൊരു മനുഷ്യൻ്റെ ഏറ്റവും നിസ്സഹായ അവസ്ഥയാണ്. കാരണം ഇയാൾ ഉള്ളിൽ കൂടി പറഞ്ഞു വെച്ച 2-3 ഐറ്റമുണ്ട്. സോഷ്യൽ മീഡിയയിൽ എവിടെ ചോദിക്കുന്നു. ഇയാൾക്ക് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോട് വലിയൊരു താല്പര്യമില്ലാത്ത ഒരാൾ, അല്ലെ എന്നാൽ ഇൻകം വന്നതുകൊണ്ട് മാത്രം ഇതിനകത്ത് ഫാമിലി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് നിന്നൊരാൾക്ക് ബന്ധം മാറി, ഭാര്യ പോയി, ഫാമിലി ആകെ ചിന്നിച്ചെതറി, ബട്ട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. എന്നാൽ
പറയാനൊരു സ്റ്റാർട്ടിങ് വേണം. ചുമ്മാ വന്നിരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടിട്ട് പോയാൽ അത് ഭാര്യേനെ കുറ്റപ്പെടുത്തലായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ആളുകൾ കടന്ന് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. പിന്നെ മൂപ്പര് തന്നെ പറയുന്നുണ്ട് ആ ചാനൽ ഇപ്പം എനിക്ക് ചോദിക്കാൻ പറ്റില്ല, എനിക്ക് ഇൻകം വേണം. എഗെയിൻ എനിക്ക് തോന്നുന്നില്ല ഇയാൾ ഈ ഗൾഫിലേക്ക് പോകുന്നൊക്കെയുള്ള കാര്യം പറയുന്നത്. മേ ബി ഇൻകം ആയിരിക്കും കുഴപ്പം. കാരണം വൈഫാണ് ഇത്രയും കാലം വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയതെന്നാണ് വൈഫിൻ്റെ ക്ലെയിം. ഓക്കെ, നമുക്കൊക്കെ അറിയാത്, സിലു പലവട്ടം അത് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇയാളുടെ കച്ചവടം അടക്കമെല്ലാം, ഇപ്പോൾ ബിസിനസ്സില്ല, കട കാലിയാക്കൽ, വീട്ടിലെ സാധനങ്ങൾ ഒരു ബിസിനസ്സിന് വേണ്ടി മേടിച്ചിട്ട് അതൊക്കെ സ്പെഷ്യൽ പ്രൈസിന് വിറ്റ് ഒഴിവാക്കൽ, ഓഫർ പ്രൈസ് എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി ഇയാൾക്ക് റവന്യൂവിനെയാണ് ഇയാളുടെ മുന്നോട്ടുള്ള നോട്ടം. കാരണം ഭാര്യയുടെ ചാനലിൽ ആ ഒരു ഫാമിലി ആയിട്ടുള്ള സമയത്ത് അവരുടെ ഫാമിലിക്ക് എത്ര റവന്യൂ വന്നു എന്നുള്ളത് എന്താണെങ്കിലും ഡെഫിനറ്റ്ലി മൂപ്പർക്ക് അറിയാമല്ലോ. അത് കണ്ട് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നില്ലെങ്കിലും കണ്ടിട്ടുള്ളൊരു, അല്ലെങ്കിൽ അതിൽ നിന്ന് ആ പൈസ എടുത്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയൊരു എക്സ്പീരിയൻസ് ഇയാൾക്കുള്ളത് കൊണ്ട് ഓക്കെ ഇത് ക്ലിക്കാക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം ഇത് കറക്റ്റ് ടൈമാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇയാൾക്ക് മുന്നോട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ ഇയാളൊരു ചാനൽ തുടങ്ങുന്നു, അതിൽ ആദ്യം ഇങ്ങനെ പറയുന്നു, പിന്നെ വന്നിരുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു. ആ ഒരു രീതിക്കും ആവാം. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചെങ്കിൽ രണ്ട് സൈഡും കേൾക്കാം. ഓക്കെ, സിലുയുടെ സൈഡും കേൾക്കാം, ഈ വ്യക്തിയുടെ സൈഡും കേൾക്കാം എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടി. ഇനിയിപ്പോൾ സിലുവിന് വന്നിരുന്നിട്ട് ഇപ്പോൾ സിലു കഴിഞ്ഞ ദിവസം ഒരു മിണ്ടാതെയൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ബാക്കിയുള്ളവർ, അതായത് റിയാക്ഷൻ ചാനലുകളോടുള്ള പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞ രീതിയിലൊക്കെ കുറേ സാധനം ഇട്ടിട്ട് പോയിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഗഫൂർ എന്ന് പറഞ്ഞ വ്യക്തി ഇതെന്താ പറയുക, ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഒരു സോഷ്യൽ മീഡിയയുടെ വേസ്റ്റ് സൈഡ് എഫക്റ്റ് ഇതാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് നിങ്ങളുടെ കുടുംബ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ആ സോഷ്യൽ മീഡിയ ഇങ്ങനെ വലിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പറയിപ്പിക്കും, ഛർദ്ദിപ്പിക്കും കംപ്ലീറ്റ് കാര്യങ്ങൾ. മനസ്സിലായോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തും. ഇപ്പം ഇയാൾ എനിക്ക് തോന്നുന്നു അങ്ങനെ എത്തിയിട്ടുണ്ട് ഒരു പരിധി വരെ. കാരണം അപ്പുറത്ത് സിലുവിൻ്റെ വഴിക്ക് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ നാട്ടുകാർ കംപ്ലീറ്റ് പൊട്ടന്മാരല്ല. എന്താണെങ്കിലും വരികൾക്കിടയിലൂടെ വായിക്കാനും ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാണെന്ന് ചിന്തിക്കാനും കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ നമ്മളെ ഡെയിലി കാണുന്ന ആൾക്കാർ നമ്മൾ പറയുന്ന വാക്കിൻ്റെ ഇന്നർ മീനിങ് അടക്കം മനസ്സിലാവുന്ന ആൾക്കാരാണ്. അവർ നേരെ പോകുന്നത് എങ്ങട്ടാ? ഗഫൂറിനെ കുറ്റപ്പെടുത്താനും ഗഫൂറിനെ അടിക്കാനും ഗഫൂറിൻ്റെ പിന്നാലെ പോകും. ഇപ്പോൾ ഗഫൂറിന് സോഷ്യൽ മീഡിയയിൽ വന്നേ പറ്റുന്നുള്ള അവസ്ഥയാണ്, പറഞ്ഞേ പറ്റുന്നുള്ള അവസ്ഥയാണ്. പിന്നെ ജീവിക്കാനും ഇത് നല്ലതാണ്. അപ്പോൾ പിന്നെ ഈ ജീവിത മാർഗമായിട്ട് ഇത് മുന്നോട്ട് കൊടുക്കുക. എല്ലാം കൂടി കൊണ്ടാണ് ഗഫൂർ ബി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ മൂപ്പര് ചാരിറ്റി വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ പറയുന്നുണ്ട്. സിലു ആ ചാനലിനകത്ത് ഇവർ ഫാമിലി ആയിട്ടുള്ള സമയത്ത് തന്നെ ചാരിറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൻഡ് റീസെൻ്റ്ലി അവർ ഒരു ചാരിറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വന്നിരുന്ന് പറയേണ്ട കാര്യങ്ങളാണോ എന്നുള്ളൊരു ചോദ്യം അതിനകത്തുണ്ട് മിസ്റ്റർ ഗഫൂർ. ബിക്കോസ് ഇതിനടിയിലുള്ള കമൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഇവരുടെ ഈ ഗഫൂറിൻ്റെ ചാനലിൻ്റെ അടിയിൽ കുറച്ച് കമൻസ് ഉണ്ട്. അവളുടെ പണം കൊണ്ട് വാങ്ങിയതാണെങ്കിൽ അവൾക്ക് തന്നെ തിരിച്ചു കൊടുത്തുകൂടെ? ഇവരുടെ ഇടയിൽ ഡെഫിനറ്റ്ലി ഇവർ തമ്മിലുള്ള പ്രശ്നം കുറച്ച് വലിയ പ്രശ്നമായതുകൊണ്ടും അതിൽ ഈ പറഞ്ഞ സെറ്റിൽമെൻറ്റ്സ് എന്താണെങ്കിലും നടക്കുന്നുള്ളത് കൊണ്ടും, ഇപ്പോൾ കടയാണെങ്കിലും ബിസിനസ്സാണെങ്കിലും വീടാണെന്നുണ്ടെങ്കിലും ഓരോ വസ്തുക്കളും ഇവർ ഒപ്പം നിന്ന സമയത്ത് ഉണ്ടാക്കിയ റവന്യൂ, ഇൻകം, അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന അവരുടെ, ഇപ്പോൾ ഒരു സ്ത്രീ കൊണ്ടുവന്ന അവരുടേതായിട്ടുള്ള അസറ്റ്സ്, ഇതിൻ്റെ പേരിലൊക്കെ ഒരു സെറ്റിൽമെൻറ്റ് നടക്കും. ഇതിപ്പോൾ ആ സെറ്റിൽമെൻറ്റിലൊന്നും പെടാത്തൊരു ഐറ്റം ആയതുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് സിലു അറിഞ്ഞിട്ടുള്ളൊരു ഐറ്റം ആണോ എന്ന് അറിയില്ല. കാരണം ഇയാൾക്ക് ഓർഡർ ചെയ്ത് കൊണ്ടുവന്നിട്ട് കുറച്ച് ഊഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും പറഞ്ഞ് ചാനൽ തുടങ്ങണം, അപ്പോൾ പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഊഞ്ഞാലുകളുണ്ട്, എന്നാൽ പിന്നെ ഇതന്നെ വിറ്റിട്ട് തുടങ്ങാം. അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു വീഡിയോയുടെ ക്ലിപ്പ് ഈ ചങ്ങാതി ഈ വീഡിയോൻ്റെ ലാസ്റ്റ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയോ വാച്ചും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. കട കാലിയാക്കാൻ വേണ്ടി കൊണ്ടു വെച്ചതാണോ എന്ന് അറിയില്ല. എന്താണെങ്കിലും കുറച്ച് സെറ്റിൽമെൻറ്റ്സ് നടക്കും, അതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിൽ ചെയ്യാനുള്ളത് ഉണ്ടാവും. ഇപ്പോൾ ക്യാഷിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ അങ്ങോട്ട് വെറുതെ ഫ്രീ ആയിട്ട് കൈയും വീശി പോകേണ്ട ഒരു അവസ്ഥയായിരിക്കില്ല സിലുവിനും. അവർ ചെയ്തതും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സും അല്ലെങ്കിൽ അവരുടെ അസറ്റ്സും അവരുടെ ക്യാപിറ്റലൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തെടുക്കുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗം കൂടി ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ ഇങ്ങനെ വന്നിരുന്നിട്ട് ഇപ്പോൾ അവളതാണെങ്കിൽ തിരിച്ചു കൊടുക്കുക, അവളതാണെങ്കിൽ തിരിച്ചു കൊടുക്കുക, അവൻ്റെ ആണെങ്കിൽ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനത്തെയൊക്കെ നടക്കും. കാരണം ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇവർ തമ്മിൽ. ഇവർ ഒന്നിക്കും ഇതിൻ്റെ പേരിൽ കുറേ ക്യാഷ് രണ്ടുപേരും ഉണ്ടാക്കിയ ശേഷം അങ്ങനെ ഒരു ആംഗിളും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പലതും സ്ക്രിപ്റ്റഡാണ്. അതായത് പല അടികളും ഓർഗാനിക് അല്ല, അതൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് അവർ. ഓർഗാനിക് അല്ലാതെ ഭയങ്കര സ്ക്രിപ്റ്റഡായിട്ട് ഉണ്ടാക്കിയിട്ട് 2-3 ചാനലുകൾ തുടങ്ങി പരസ്പരം ചീത്തയും വിളിച്ച് അടിയും കൂടി ലാസ്റ്റ് എല്ലാവരും കൂടി കെട്ടിപ്പിടിച്ച് ഒന്നിച്ച് എല്ലാവരും ആഹാ ആഹാ എന്ന് പറയുമ്പോൾ പിന്നെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ പറയും
അത് ശരി. അപ്പോൾ ഇത്രയും കാലം ഞങ്ങൾ അടി ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ കെട്ടിപ്പിടിച്ച് ഒന്നാവുന്ന പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ ഒന്നാവുമ്പോഴാണല്ലോ എൻ്റെ പ്രശ്നം. ഇതേ ഡൗട്ട് ഇവരെ കേസിലും വരാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അപ്പുറത്ത് സീലു ക്ലിയർ കട്ടായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു വീഡിയോയിൽ വന്നിട്ട് ഞാൻ മാറി, ഞാൻ ഒറ്റപ്പെട്ടു, ഇപ്പോൾ ഇന്നാണ്, ഹസ്ബൻഡ് ഇല്ല, ഇത്രേ പറഞ്ഞുള്ളൂ. ഇയാളും ഈ വീഡിയോനകത്ത് പറഞ്ഞില്ല എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ട് പോകുന്നു. ഇനി ഒരു ക്യൂരിയോസിറ്റി ഞാൻ അന്നും സിലുവിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ സമയത്ത് ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. മനസ്സിലായി? ഒരു ഇതിപ്പോൾ എന്താ അറിയാനുള്ളൊരു ത്വരണ്ടല്ലോ, ക്യൂരിയോസിറ്റി പ്രേക്ഷകരിലേക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോ ദിവസവും ഓരോ വീഡിയോ ഇങ്ങനെ മുട്ടിൽ തേങ്ങാറ മാതിരി ഇടുക. എന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്നുള്ള രീതിയിൽ 2 കടിച്ചാൽ പൊട്ടാത്ത തത്വങ്ങൾ പറയുക. അങ്ങനെ പറഞ്ഞാൽ ഇട്ടിട്ടാണ് പോകും. ഇനി അങ്ങനെ തുടങ്ങി അത് ആൾക്കാർ തെറ്റിദ്ധാരണയില്ല. ആൾക്കാർ പല കോൺസ്പിറസീസും ഉണ്ടാക്കും ഇതിനിടയിൽ. ഭാര്യയ്ക്കൊരു ചാനൽ, ഭർത്താവിനൊരു ചാനൽ, എല്ലാവരും കൂടി കെട്ടിപ്പിടുത്തം ശുഭം. ഇങ്ങനെ തെറ്റിദ്ധരിക്കാം. ആളുകൾ ഇങ്ങനെ കമൻറ്റ് ഇടുന്നതിനോട് ഒരിക്കലും ഇവർക്ക് എന്ത് പറയാൻ പറ്റില്ല, മോശമാണെന്നോ അല്ലെങ്കിൽ ഇത് ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല. ആളുകൾ അങ്ങനെ കമൻറ്റ് ഇടും. കാരണം അവരുടെ മുന്നിൽ കുറേ ഇങ്ങനത്തെ നാടകങ്ങൾ നടന്ന എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർ അങ്ങനത്തെ സംശയങ്ങൾ ചോദിക്കും. പക്ഷെ എന്നാലും സീലുവിനോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് സോ ഇത് അത്ര ഈസി ആയിട്ട് ഇവർ തമ്മിലൊന്നും കൂടുന്നുള്ളത്. കാരണം അത് ആ രീതിയിൽ പോയൊരു വളരെ മോശപ്പെട്ട അവസ്ഥയിൽ അവരനുഭവിച്ചൊരു വിഷയമൊക്കെ ഇതിനകത്തുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല, നല്ലൊരു കുടുംബത്തെ ചിന്ന ഭിന്നമാക്കിയ ആളാണ്. ഒരു കാരണവുമില്ലാതെ ഈ 5 മക്കളെയും ഉണ്ട് ഒരു പെണ്ണ് 5 മക്കളെയും കൊണ്ടൊരു പെണ്ണ് താമസിക്കില്ല. എന്തോ തക്കതായ കാര്യം നിങ്ങൾ കുടുംബത്തിലുണ്ട്, അതിന് ഉത്തരവാദി നിങ്ങളാണ്. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളവരുണ്ടാവും, ഈ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഈ വീഡിയോയിൽ ഒന്നും വരുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. കഷ്ടം തന്നെ, ഇയാളെ സപ്പോർട്ടൊക്കെ എന്തിനാക്കുന്നു? ചാരിറ്റി ആദ്യം സ്വന്തം കുടുംബത്തെ നോക്ക്. ഈ ഉഷാറ് കുടുംബം നോക്കാൻ അന്ന് കാണിച്ചിരുന്നു എങ്കിൽ നിങ്ങളെ ആണെന്ന് വിളിക്കാമായിരുന്നു. ആദ്യം സ്വന്തം ചോരയിലുള്ള കുഞ്ഞുങ്ങൾ പൈതങ്ങളില്ലേ 5 എണ്ണം, നിങ്ങൾ ഉണ്ടാക്കി വെച്ച അതുങ്ങൾക്ക് ജീവിക്കാനുള്ള ചിലവ് കൊടുക്കുക, എന്നിട്ട് ചാരിറ്റി ചെയ്തോളൂ. സ്വന്തം കുഞ്ഞുങ്ങളോ നോക്കാൻ പറ്റാത്തവനാണ് ചാരിറ്റി ചെയ്യുന്നത്. ആ ചാരിറ്റിയുടെ കാര്യമൊന്നും ഇയാൾക്ക് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല ചെങ്ങായിക്ക് വന്നിട്ട്. കാരണം ഇതിനകത്ത് ഇമാതിരി കിട്ടുന്ന ഉറപ്പല്ലേ. പിന്നെ ബൈ ദ വേ സിലു ആണ് പല വീഡിയോസിലും, ഇയാൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഇയാളങ്ങനെ ഒരു എന്താ പറയുക പ്രോഗ്രസീവ് തിങ്കിങ് ഉള്ള ഒരാളൊന്നുമല്ല. ഇയാളെപ്പോഴും അവരെ ഒരു അടിച്ചമർത്തൽ ലൈനിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന ഒരു ഐറ്റമാണ് ഈ മനുഷ്യൻ എന്നുള്ളതൊക്കെ സിലു തന്നെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇയാൾക്കിപ്പോൾ പ്രശ്നമാണ്. വീഡിയോയിൽ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ തന്നെ ആൾക്കാർ ആ സാധനം വെച്ച് ഇയാളെ ഓഡിറ്റ് ചെയ്യുള്ളൂ. ഈ കല്യാണത്തിന് മുമ്പുള്ള ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ? വിവാഹത്തിന് മുമ്പുള്ള ഒരു ജീവിതം പറഞ്ഞാൽ അത് ശരിക്കും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗമാണ്. എന്റെ വീട്ടിൽ പ്രോബ്ലംസ് ഇല്ലാന്നല്ല, കുറെ പ്രോബ്ലംസിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ ഞാനൊരു കുട്ടി എന്ന നിലക്ക് എന്നെ അതൊന്നും ബോധർ ചെയ്യണ്ട. ഞാനിങ്ങനെ പാരി പറക്കുന്നത് നമ്മുടെ പ്രായമല്ലേ. ഇപ്പൊ ലൈക്ക് ഇവളുടെ കാര്യം, ഞാൻ ആളോട് പറയുന്ന ഒരു കാര്യം, കല്യാണമൊക്കെ കഴിക്കാം, അതിന് ആ പഠനവും കഴിഞ്ഞ് ജോലിയും ചെയ്തതിന് ശേഷം നിനക്ക് എപ്പോഴാണോ കല്യാണം കഴിക്കാൻ പൂതി വരുന്നത് അപ്പൊ പറയാം. ലവ് മാരേജ് ആണെങ്കിൽ ഓക്കെ, അതിന് അല്ല, അങ്ങനെയല്ല ഈ കാലഘട്ടത്തില് ഉള്ള കുട്ടികളെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. നമുക്ക് അവരെ അങ്ങനെ ഒരുപാട് കൺട്രോൾ ചെയ്യാനും പറ്റൂല. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇക്ക പക്ഷെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യൂല. പക്ഷെ അതിന് മുമ്പേ നമ്മളിങ്ങനെ ചെറിയ ഹിൻസ് ഇട്ട് വെക്കും. ഇപ്പൊ ചെക്കനൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം, അങ്ങനെയൊക്കെ വേണം. അപ്പൊ അവർക്ക് മൈൻഡിലൊരു ഇതുണ്ടാവുമല്ലോ, എനിക്ക് വേണ്ട, ഞാൻ ആരും നോക്കുന്നില്ല. കുറച്ച് ഡിമാൻഡുകൾ വെച്ചാലും ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു ചെക്കൻ ഇനി അമ്മി തന്നെ ഉണ്ടാക്കണം, ഞാൻ നോക്കുന്നില്ല. അതായത് ഇതാണോ ഇങ്ങനത്തെയൊക്കെ വർത്താനങ്ങളിൽ നിന്ന് ഉപ്പാന്ന് പറഞ്ഞ് ഫാമിലിയിൽ ഈ മനുഷ്യൻ എങ്ങനെയാണ് നിന്നുള്ളതിനൊക്കെ ഒരു സംഗതി നമ്മുടെ മുന്നിലുണ്ട്. ഓക്കെ, ആൻഡ് എങ്ങനെയാണ് സിലു അടക്കം ആ വ്യക്തിയെ ട്രീറ്റ് ചെയ്തത് എന്നുള്ള രീതിയുണ്ട്. മേ ബി ഇത് വീഡിയോയിൽ കാണുമ്പോൾ എപ്പോഴും നമുക്ക് ഈ വ്യക്തി അയ്യോ പാവം, അല്ലെങ്കിൽ സിലു എപ്പോഴും ഇയാളെ കളിയാക്കുന്നു, അല്ലെങ്കിൽ ആസ് എ വൈഫ് അവർ ഇയാളുടെ മുകളിൽ ഡോമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇയാൾ പറയുന്ന കാര്യങ്ങളെ ഇവർ ഓവർ ഷാഡോ ചെയ്യുന്നു, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തോന്നാമെങ്കിലും ചിലപ്പോൾ വീഡിയോയിൽ ക്യാമറയുടെ മുന്നിൽ മാത്രം ഇയാളിങ്ങനെ ആയിരുന്നിരിക്കാം. റിയൽ ലൈഫിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ടോക്സിസിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇപ്പോൾ ഒരു പക്ക കൺസർവേറ്റീവായിട്ടുള്ളൊരു തോട്ടാണ് അല്ലേ. അതായത് ലവ് മാരേജ് സമ്മതിക്കില്ല. പക്ഷെ ഉമ്മ അങ്ങനെയല്ല, ഉമ്മ കുറച്ചും കൂടി പ്രോഗ്രസീവാണ്, കുറച്ചും കൂടി കുട്ടികളുടെ കാര്യത്തിലൊക്കെ അവർക്ക് അവരുടെ ടേസ്റ്റ് ഇഷ്ടം. കാരണം അവർ കല്യാണം കഴിച്ചത് അത്രയും ചെറുപ്പത്തിലാണ്.
ഇവർ തമ്മിൽ അത്യാവശ്യം ഏജ് ഗ്യാപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർക്ക് അന്ന് ലൈഫിൽ കുറേ കാര്യങ്ങൾ ചെയ്യണം, അച്ചീവ് ചെയ്യണം, പഠിക്കണം അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന ഒരു സിലുവിനെയാണ് അവർ ചാനലിലൂടെ പോർട്രേറ്റ് ചെയ്യുന്നത്. ഇത്രയും കുട്ടികളായി സ്റ്റിൽ അവരവരുടെ ഡ്രീംസ് ക്യാച്ച് ചെയ്യാൻ ഓടുന്നു. അതിലൊക്കെ ഇവർ വെക്കുന്ന ഒരു സാധനം എന്താ വെച്ചെങ്കിൽ, ഒന്ന് അവരുടെ വീട്ടുകാർ ഇവരെ കെട്ടിച്ചു വിട്ടതും, രണ്ടാമത് ഈ കെട്ടി കൊണ്ടുവന്ന വ്യക്തി ഇവർക്ക് കൊടുത്ത ഒരു സാധനമുണ്ട്. ഇവരെ കുറച്ച് കാലം ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചൊരു ഐറ്റം ആണ് എന്നുള്ളത് പറയുമ്പോൾ മേ ബി ഈ വീഡിയോയിൽ സംസാരിക്കാത്തതോ അല്ലെങ്കിൽ അതിലിങ്ങനെ പാവം പോലെ ഇരിക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും ആദ്യം പുറത്ത്, ചിലപ്പോൾ വീട്ടിനകത്ത് ചിലപ്പോൾ വേറൊരു തരം ഫേസ് ആയിരിക്കാം. ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴത്തേ ചില ഹസ്ബൻഡ്സ്, പ്രത്യേകിച്ച് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഫോട്ടോ ഇടാൻ പാടില്ല, ഇതാണ് അങ്ങനെ. പക്ഷെ പുള്ളിക്കാരനെ നോ പറഞ്ഞിട്ടില്ല എന്നാണ് താങ്കളുടെ വിശ്വാസം. ആള് പറഞ്ഞാലും ഇല്ലെങ്കിലും അല്ലല്ല, ഞാനും അങ്ങനെയുള്ള ഒരാളായിരുന്നു. ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യുന്നവരാ. അത് വലിയ തെറ്റാണെന്നോ നല്ലതാണെന്നോ ഞാൻ പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ മോട്ടിവേഷനാണ് നമ്മൾ തുടങ്ങിയത്. അല്ല, അതിനു മുമ്പ് ഈവൻ ഇതൊന്നും സോഷ്യൽ മീഡിയ ആൾക്ക് ഇതൊന്നും ഇഷ്ടമുള്ള ഒരാളല്ല. അപ്പൊ നമുക്ക് ഈവൻ പുറത്തു പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഓപ്പോസിറ്റുള്ള ആൾക്കാർ നോക്കുന്നത് ഇഷ്ടമല്ല, അങ്ങനെ ഒരു ടൈപ്പാണ്. പാർസലാണ് കൂടുതലും വാങ്ങിയിട്ട് വരുന്നത്. ഫുഡ് കഴിക്കാൻ പോകുമ്പോ ആൾക്കാർ നോക്കുമെന്ന് പേടിച്ച് പാഴ്സൽ മേടിച്ച് വീട്ടിൽ കൊണ്ട് കഴിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട്. അല്ല, അതൊക്കെ ആളൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത്. മേ ബി ഭാര്യക്ക് ഇത്തിരി സൗന്ദര്യം ഉണ്ടല്ലോ, ആൾക്കാരൊന്നും നോക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെയല്ല, നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് ആ ഒരു അങ്ങനെയാണ്. പുറത്ത് ഫുഡ് കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട്. പൊതുവെ എന്താ പറയാ, നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് കുറെ ആൾക്കാരൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ അവനവന്റെ ഭാര്യനെ അധികം ആരും നോക്കാൻ പാടില്ല, അങ്ങനെ തന്നെയല്ലേ സ്വാഭാവികം. കുറെ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതന്നെയാണ്, അതൊന്നും എനിക്കൊരു വിഷയോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. പലപ്പോഴും അതൊന്നും ഒരു വിഷയോ കാര്യങ്ങളോ ആയിരുന്നില്ല എന്ന് സിലു പറയുമ്പോഴും, സിലു വളരെ തമാശയ്ക്ക് ഇതൊക്കെ പോസിറ്റീവാണെന്ന് പറയുമ്പോഴും, സിലു പറഞ്ഞു വെച്ചതിൽ ഈ വ്യക്തിയുടെ ആസ് എ പേഴ്സൺ ഇയാൾ എന്തൊക്കെ രീതിയിലുള്ള ഒരു ടോക്സിക് എൻവയോൺമെൻറ്റ് ആ വീട്ടിൽ ആ ഭാര്യയ്ക്കും ഓബിയസ്ലി ഇത് കുട്ടികൾക്കും എഫക്റ്റ് ചെയ്യില്ലൂടെ, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് ഇതിനകത്തുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിൽ നിന്നൊക്കെ വന്ന പ്രശ്നങ്ങളായിരിക്കാം. പിന്നെ ഈ സിലുവിൻ്റെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ടൊന്നും പറയൂല. ഇങ്ങനെ ആദ്യം തലോടും പിന്നെ തല്ലും, ആദ്യം തലോടും പിന്നെ തല്ലും. ഇയാളാണെങ്കിൽ അതൊന്നും സംസാരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ പറയാൻ കാരണം, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കാരണം. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ഹസ്ബൻഡിന് ക്ലിയർ ആയിട്ട് പറയാം, ഞാനൊരു എന്താ പറയുക ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി വളരെ കൺസർവേറ്റീവായിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. സോഷ്യൽ മീഡിയ ആണെങ്കിൽ പോലും ഇപ്പോൾ ഇൻകം എന്നുള്ള രീതിക്ക് ഞങ്ങൾക്ക് ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്, അത് തീർക്കാൻ ഇൻകം വേണം, അതുകൊണ്ട് മാത്രം ഓപ്റ്റ് ചെയ്തൊരു സംഗതിയാണ് എന്നും ഫാമിലിക്കകത്ത് ജീവിക്കുമ്പോൾ ഇങ്ങനെ ജീവിക്കാനും അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഇങ്ങനെ പോകാനും കുട്ടികൾ ഇങ്ങനെ പോകാനും താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് മാറി നിൽക്കാം, അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ പറയാം. പക്ഷേ അയാളത് പറഞ്ഞിട്ടുമില്ല ഇതുവരെ. ഇനിയിപ്പോൾ അത് അയാളുടെ ചാനലിൽ വന്നിട്ട് ഇതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ നെഗറ്റീവ്, ഏറ്റവും കൂടുതൽ പോസിറ്റീവ് അമ്മയുടെ സൈഡാ. എന്തെങ്കിലും ഒരു കാര്യം നമ്മള് പറയുമ്പോ നെഗറ്റീവ് പറയണതേ ഇഷ്ടല്ല, എല്ലാം പോസിറ്റീവ്ലി എടുക്കണം. ഇന്നലെ പോലും ഡ്രസ്സ് എടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു, അയ്യ ഇത് രസമല്ല, ഇതിന്റെ ത്രെഡ് വർക്ക് രസമല്ല, നീ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ടിരുന്നു. അത് അമ്മന്റെ റെഗുലർ ഡയലോഗ്. എന്നാൽ എന്റെ ഉപ്പാക്ക് ഒരു കാര്യത്തിൽ ഫ്ലോസ് എന്നാണ് ആദ്യം എടുത്തു പറയും, ഇത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ്. അപ്പൊ അത് അമ്മയ്ക്ക് തീരെ പറ്റില്ല. ആക്ച്വലി ഇന്നലെ എനിക്ക് ഒരു പുതിയൊരു പ്രൊജക്ട് ഉണ്ട് എന്റെ. അപ്പൊ ആ കാര്യങ്ങള് ഞാനിങ്ങനെ പറയുന്ന സമയത്ത് അതൊന്നും നടക്കൂല. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആള് അതൊന്നും പോസിബിൾ അല്ല, അത് നടക്കൂല, അത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നെഗറ്റീവ് അല്ലാതെ പറയാൻ പറ്റൂലേ. അത് അങ്ങനെ, കാരണം ഞാൻ ഇതിന്റെ എല്ലാം മൈൻഡിൽ ഓൾറെഡി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഈ ട്രസ്റ്റിന്റെ കാര്യമാണെങ്കിലും അടുത്ത് ഇനി എന്ത് ചെയ്യണം, ഇങ്ങനത്തെ മൊത്തത്തിലെല്ലാം പോസിറ്റീവ്ലി പ്ലാൻ ചെയ്ത് വെക്കുമ്പോ ഫസ്റ്റ് നെഗറ്റീവ് വെക്കുമ്പോ എനിക്കൊരു ടെൻഷൻ. ഇതിലെന്ത് പറയാനാ കൂടുതലായിട്ട്. വീട്ടിനകത്ത് തന്നെ ഈ ഗാലറി എതിരാണല്ലോ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് ഇയാൾക്ക്. എന്താ പറയുക, ചില മനുഷ്യന്മാരങ്ങനെയാണ്. അവരപ്പം ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു ഹോണസ്റ്റ് നോട്ട്, ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് രണ്ട് വഴിക്ക് പോകണമാണ്. മനസ്സിലായി? ഇത് നമ്മളെ മുന്നിൽ ക്യാമറേൻ്റെ മുന്നിൽ സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു കോമ്പാക്റ്റബിലിറ്റി ഇല്ല. പക്ഷെ ഞാൻ അപ്പോഴും ആലോചിക്കുന്നത് ഇതൊന്നും ഇല്ലാതെയും ലൈക്ക് എന്തിനാ 5 കുട്ടികൾ പിന്നെ എന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും കോമ്പാക്റ്റബിലിറ്റി ഇല്ല, തമ്മിൽ യോജിക്കാൻ പറ്റുന്നില്ല. ഐഡിയോളജീസിലാണെങ്കിൽ പോലും മതപരമായിട്ടുള്ള ഐഡിയോളജി മാത്രമേ ഉള്ളത്, പക്ഷേ പേഴ്സണൽ ലൈഫിലുള്ള
ഫ്രീഡം അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട റെസ്പെക്റ്റ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട ഒരു സ്പേസ് ഒന്നും ഇവർ തമ്മിലുള്ളതായിട്ട് ഒരു വൈബുള്ളതായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഇപ്പം ഇരുന്ന് കാണുമ്പോൾ ഇത് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ഈ ഇൻ്റർവ്യൂസ് ഒന്നും എടുത്ത് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത സമയത്ത്. ലൈക്ക് ഞാൻ സ്കിപ്പ് ചെയ്തതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഗഫൂറും കൂടി വന്ന സ്ഥിതിക്ക് ഐ എക്സ്പെക്റ്റ് ഗഫൂർ കുറേ സാധനമായിട്ട് വരും. പക്ഷേ എന്നാലും ഞാൻ ആലോചിക്കുന്നത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ കറക്റ്റാണ്. അത് ഈ ഒട്ടും കോമ്പാക്റ്റബിൾ അല്ലാത്ത ഇത്രയും വർഷം 2006 മുതൽ 2026 വരെ ഒപ്പം ജീവിച്ച ആൾക്കാർ നിങ്ങൾക്ക് പരസ്പരം ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഈ 5 കുട്ടികളുടെ ലൈഫ് എന്താ? ഓക്കെ, അവർ അമ്മേൻ്റെ അടുത്ത് ഹാപ്പി ആയിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്, അതൊക്കെ ഓക്കെ. ബട്ട് അവരും എക്സ്പോസ്ഡ് ആണ് സോഷ്യൽ മീഡിയയിൽ. അവർ സോഷ്യൽ മീഡിയയിൽ. ആ എക്സ്പോഷന് കാരണം നിങ്ങൾ ഫാമിലിയാണ്. ബിക്കോസ് നിങ്ങൾ കോണ്ടൻറ് ക്രിയേറ്ററാണ്, അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ബീയിങ് ആണ്. നിങ്ങളുടെ ഒരു ടോക്സിക് സോഷ്യൽ മീഡിയയിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇനി എന്താ പറയുക, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്സിക് ആവാതെ ഇരിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. നടക്കില്ലേ ഒന്നും അറിയാൻ പാടില്ല. സിഡു ഒരു സൈഡിൽ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നോക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുന്നതും ഒരു തരം എന്താ പറയുക കണ്ടൻറ് മിൽക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അവരോട് ഡയറക്റ്റ് പറയും ചെയ്തു. എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ അവരോട് അവർ ആ റിപ്ലൈ കേട്ടിട്ടില്ല. ഞാനവരോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് കണ്ടൻറ് മിൽക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ സ്ട്രെയിറ്റ് അവേ പറഞ്ഞിട്ടും ഒറ്റ വീഡിയോയുടെ മുകളിൽ തീർത്തിട്ട് വിട്ടോ, പിന്നെ നോക്കണ്ടല്ലോ തിരിച്ചിട്ട്. ആ കണ്ടൻറ് മിൽക്കിംഗ് അപ്പുറത്ത് നടക്കുമ്പോൾ ഇപ്പുറത്ത് എക്സ് ഭർത്താവിനും ആവാം, എന്നുള്ള രീതിക്ക് ആവാം. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോ ആള് അങ്ങനെ ലേഡീസിനോട് അങ്ങനെ സംസാരിക്കുക, മുഖത്ത് നോക്കി സംസാരിക്കുക. അല്ല, ആദ്യം മുതലേ അങ്ങനെയാണ്. ആരോട് അങ്ങനെ സംസാരിക്കില്ല, സിസറോ വലിക്കൂല, ഡ്രിങ്ക്സ് അടിക്കൂല, പിന്നെന്താണ് പൈസ ചെലവാക്കില്ല, ഞങ്ങക്ക് വേണ്ടി ചെലവാക്കൂല. വൈഫിന് കൊടുത്തത് അല്ലല്ല, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു പെരുന്നാളാണിത്. കൊറേ കാലായിട്ട് ഞാൻ അങ്ങനെ ഡ്രസ്സ് എടുക്കാറൊന്നുമില്ല. കൊളാബറേഷൻ അപ്പുറത്ത് പോയി അപ്പൊ അങ്ങനെ ഡ്രസ്സൊന്നും എടുക്കാറില്ല. എനിക്കൊരു വാശി ഉണ്ടായിരുന്നു, എനിക്ക് എടുത്ത് തരട്ടെ അപ്പൊ എടുക്കാന്ന്. കുട്ടികൾക്കൊക്കെ തന്നെ എടുക്കുമായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് നല്ല കോസ്റ്റ്ലി അടിപൊളി ഡ്രസ്സ് അതാണ്. അതായത് ഞാൻ പറഞ്ഞു, ഇവർ തമ്മിലുള്ള പരസ്പരം ഒരു ബോണ്ടിങ്, ഒരു കെമിസ്ട്രി, ഒരു കോമ്പാക്റ്റബിലിറ്റി ഒന്നും ഇവരും വിസിബിൾ ആക്കുന്നില്ല, ഇവരെ കൊണ്ട് പറയാനും പറ്റുന്നില്ല. അതൊക്കെ ഇവരെന്നെ വലിയ എന്തോ സംഭവം കിട്ടിയ പോലെയാണ് ഇവരൊക്കെ ഇതിനകത്തിരുന്ന് ഇവർ പറയുന്നത്. അപ്പം അതിൽ തന്നെ ഏകദേശം ഏറെക്കുറെ എന്താ പറയുക, ഇതെന്താ കഥ എന്നുള്ളത് ആളുകൾ വായിച്ചെടുത്ത് കാണും. അങ്ങനെയുള്ള ഒരു ക്രൗഡിൻ്റെ മുന്നിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലംസ് കൊടുന്നിട്ട് ഇട്ടില്ല എന്ന് പറഞ്ഞ് ആണ് പോയത്. അവിടുന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വേറെ ഇറ്റ് സ്റ്റാർട്ടഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നാക്കിൻ്റെ തുമ്പത്ത് നിന്നിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഇത് എവിടെ എൻ്റെ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നിങ്ങളുടെ നാക്കിൻ്റെ തുമ്പിൽ തന്നെ എൻ്റെ ആവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഗഫൂർ ഇനി വർത്താനം പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ഗഫൂർ എൻ്റെ ഉണ്ട് വരും. സിലു തുടങ്ങിയത് സിലു തന്നെ എൻ്റെ ഉണ്ട് വരും. ആളുകൾ നിർത്തൂല. ആളുകൾ ഇതിനകത്ത് പല കോൺസ്പിറസീസ് കൊണ്ടുവരും, പല രീതിയിലുള്ള ഓഡിറ്റിങ് നടത്തും. അതിനോടൊന്നും അതൊക്കെ ഒരു മാന്യതയുടെ ഒരു ലൈൻ ഓഫ് റെസ്പെക്റ്റ് വിട്ട് ഭയങ്കര മോശമായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേണമെങ്കിൽ നിയമപരമായിട്ടൊക്കെ പോകാം. ചിലർ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ചിലരൊക്കെ വന്നിരുന്ന് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ട് പോകുന്നുണ്ടാവും, പല കഥകളും പറയുന്നുണ്ടാവും. അതിനോടൊക്കെ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. അല്ലാത്ത രീതിയിൽ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആൻസറബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാൻ, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ടിട്ട് പോകും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താ പറയുക, ഞങ്ങളുടെ പേഴ്സണൽ ലൈഫല്ലേ, എന്തായാലും അത് പോയി, എന്നിപ്പോൾ നീ വിറ്റിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആ മൂഡിലേക്കും മാറും. മനസ്സിലായോ? അങ്ങനെയും മാറും. കാരണം ഇവർക്കൊക്കെ ഇനിയും പേഴ്സണൽ സ്ട്രഗിൾസ് ഉണ്ട്. ഈ ഉമ്മാക്കി 5 കുട്ടികളെ നോക്കുക പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അവർ ഓൾറെഡി ഒരു വീട് എടുത്തിട്ടുണ്ട്, 1 കൊല്ലം കൊണ്ട് അതിൻ്റെ പൈസ സെറ്റിൽ ചെയ്യണം. സോ ഓബിയസ്ലി അവരുടെ റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബാണ്. ഡെഫിനറ്റ്ലി അവർ ഈ ഗഫൂറിൻ്റെ വീഡിയോയ്ക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്കോ ഒരു റിപ്ലൈ 1-2 ദിവസം 3 ദിവസമായിട്ട് അവരിടും, കണ്ടൻറ്റ് മിൽക്ക് ചെയ്യും. അത് തെറ്റുമല്ല കേട്ടോ, കാരണം അവർക്കത് ചെയ്യണം, അവരുടെ നീഡാണ്. ഇപ്പോൾ ഗഫൂറിനാണെങ്കിലും അതാണ്. ഭാര്യ പോയി, ബിസിനസ് ഇല്ല, ലൈഫിൽ ഇനി സെറ്റിൽമെൻറ്റ്സ് പലതും ഭാര്യനായിട്ട് നടത്താണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് 0 ആയിട്ടിരിക്കുന്ന സമയത്ത് ഭാര്യ പഠിപ്പിച്ച് തന്നാലേ ഭാര്യ ഒപ്പമുള്ളപ്പോൾ ചെയ്ത പണി തന്നെ ചെയ്യാൻ പറ്റൂ. അതിനാണ് ഏറ്റവും കൂടുതൽ റവന്യൂ എന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു സിലുവിൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരാൾ, കുറച്ച് വൈറൽ കണ്ടൻറ്റാണ് ഞാൻ സ്വയം. ഇപ്പം ഞാൻ വന്നിടുമ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ആളുകൾ ക്യൂരിയോസിറ്റിയിൽ നോക്കിയിരിക്കും. എന്നാൽ പിന്നെ ഞാനും ഇടാം. അതിനാണല്ലോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം.
ബിസിനസ് നടക്കും അതിലൂടെ. കാരണം ഗഫൂറിൻ്റെ ഭാഗം പിടിച്ച് ഗഫൂറിൻ്റെ ഭാഗത്ത് നിൽക്കാനും ആളുകൾ കാണും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അയ്യോ ഒരു പാവം ഇരിക്കുന്ന ഒരാളല്ലേ അയാളെ സഹായിക്കാന്ന് പറഞ്ഞ് പോകുന്നവരെ അവർ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഇതിലേക്ക് ഇടുക. പക്ഷെ എന്തായാലും ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ രണ്ടുപേരും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, ഒന്ന് കുട്ടികളെ ഇങ്ങോട്ട് ഈ സ്പേസിലേക്ക് കൊണ്ടുവരാതിരിക്കുന്ന ഒരു ഐറ്റം, പിന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു പ്രൈവസി കൊടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, യു ബോത്ത് ആർ റെസ്പോൺസിബിൾ. ആളുകളോട് ഉത്തരം കൊടുക്കുക, അല്ലെങ്കിൽ ആളുകളിലേക്ക് കൃത്യമായിട്ട് എന്തായാലും പറഞ്ഞു തുടങ്ങി സ്വന്തം വശം കൃത്യമായി ഡെലിവർ ചെയ്തിട്ട് ഒരു പോയിന്റിൽ നിർത്തുക. ഞാൻ ഡെലിവർ ചെയ്യുന്നില്ല, ഞാൻ ഒരു പോയിന്റിൽ നിർത്തുക എന്നുള്ള സംഗതി ഞാൻ പറഞ്ഞു. നിർത്തുക എന്നുള്ളത് നിങ്ങളും ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ഓക്കെ, പിന്നെ കണ്ടന്റ് ഇട്ട് പോകണമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കുടുംബ പ്രശ്നം നിങ്ങൾ തന്നെയാണ് വലിച്ചിട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും, അത് ഉറപ്പാണ്. ലെറ്റ്സ് വാച്ച് ഇനി എന്ത് സംഭവിക്കുന്നുള്ളത്. സീലു റിപ്ലൈ കൊടുക്കും, ഗഫൂർ ഇനി എന്ത് പറയും, നമുക്ക് നോക്കാം. ഇനി ഇതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ഫോർച്യൂണർ അടിയാണെന്നുള്ള രീതിയിലൊക്കെയുള്ള കോൺസ്പിറസി ഒക്കെ വരുമ്പോൾ അത് നിങ്ങൾ എങ്ങനെ വേണേൽ ഹാൻഡിൽ ചെയ്തോ. 2 ചാനൽ വലുതാവാനും ഭാര്യയും ഭർത്താവും അടിക്കണം, അതൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക. പക്ഷേ ആസ് പെർ മൈ നോളേജ് സിലു പറഞ്ഞതിൽ വെച്ചിട്ട് ഇതൊരു ഫോർച്യൂണർ അടിയോ അല്ലെങ്കിൽ ഒരു നോർമൽ സാധനമായിട്ട് തോന്നുന്നില്ല. സഹനത്തിൻ്റെ ഏറ്റവും അവസാനം കാണിച്ചൊരു ഇനി വയ്യ എന്ന് ചെയ്ത ഒരു തീരുമാനമായിട്ട് എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തു. ഓക്കെ.